നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കോട്ടപ്പടിയിലും തൊഴിയൂരിലുമായി കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര മേലില ഷെഫീഖ് മൻസിലിൽ സതീഷ് എന്ന റഫീഖ്, ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പൂന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരെയാണ് SHO കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 4-ാം തീയതി രാത്രി കോട്ടപ്പടി വലിയപുരയ്ക്കൽ വിപിനന്റെ പൂട്ടിക്കിടന്ന വീട്ടിലെ മോഷണ ശ്രമവും 13-ന് രാത്രി തൊഴിയൂരിൽ പൂട്ടിക്കിടന്ന കടകളിലും സ്കൂളിലും മോഷണം നടത്തിയത് റഫീഖാണെന്ന് പോലീസ് പറഞ്ഞു. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി റഫീഖിനെ അറിയിച്ചതിനാണ് മറ്റ് 2 പേരെയും അറസ്റ്റ് ചെയ്തത്. ജയിലിൽ വെച്ചാണ് ഇവർ പരിചയത്തിലാകുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ തിരക്കേറും. കഴിഞ്ഞ ദിവസം രാത്രി നടയടയ്ക്കുന്നതുവരെ 245 വിവാഹങ്ങൾ ഷീട്ടാക്കി. താലികെട്ടിന് മുമ്പ് വരെ ഷീട്ടാക്കാൻ സൗകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തിരക്കുകണക്കിലെടുത്ത് ദർശനത്തിനും താലികെട്ടിനുമായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. പുലർച്ചെ 4 മുതൽ താലികെട്ട് ആരംഭിക്കും. 5 മണ്ഡപങ്ങൾ സജ്ജമാക്കും. വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാൻ അധികം കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും പൂർണ്ണമായും വൺ വേ നടപ്പാക്കും. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വിവാഹ സംഘം തെക്കേനടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം. ഊഴമെത്തുമ്പോൾ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വിവാഹ മണ്ഡപത്തിലെത്തി ചടങ്ങ് നടത്താം. താലികെട്ട് കഴിഞ്ഞാൽ തെക്കേനട വഴി മടങ്ങിപ്പോകണം. വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിടുക. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അജ്ഞാതനെ കടലിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ബ്ലാങ്ങാട് ബീച്ചിൽ മൃതദേഹം കരയ്ക്കടിഞ്ഞത്. മൃതദേഹം ചാവക്കാട് ഹയാത്ത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരിച്ചയാളെപ്പറ്റി എന്തെങ്കിലും വിവരമറിയുന്നവർ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് SHO അറിയിച്ചു. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതിയെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് തെക്കുമുറി സ്വദേശി മാനമ്പുള്ളി വീട്ടിൽ മോഹനന്റെ മകൻ ശ്രീജിത്തിനെയാണ് പിടികൂടിയത്. 2023-ൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ തടവിലിരിക്കെ കോടതിയിൽ നിന്നും ജാമ്യം നേടി ഇറങ്ങി മുങ്ങിയതാണ് ശ്രീജിത്ത്. വയനാട്, കേരളത്തിന് പുറത്ത് ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, കന്യാകുമാരി ജില്ലയിലെ അരുമനൈ, സേലം, ഗോവ എന്നിവിടങ്ങളിൽ ഒളിച്ചു താമസിച്ചു വരികയായിരുന്നു. നേപ്പാളിലേക്ക് ഒളിവിൽ പോയി താമസിക്കാനുള്ള ശ്രമത്തിനിടയിൽ വയനാട്ടിലെ ഒളിത്താവളത്തിൽ നിന്നാണ് എരുമപ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അതിവിദഗ്ധമായി പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ACP സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S. അനീഷ് കുമാർ, CPOമാരായ നൌഷാദ്, CP സജീഷ്, എൽദോ, ശ്രീജിത്ത് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. CCC ഗുരുവായൂരിന്റെ 5.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ സ്മരണിക പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് പ്രകാശനം നിർവഹിച്ചു. CCTV റിപ്പോർട്ടർ KV സുബൈർ ഏറ്റുവാങ്ങി. CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ലിജിത് തരകൻ, CCC ഭാരവാഹികളായ ലത്തീഫ് മമ്മിയൂർ, ചന്ദ്രജൻ ചങ്കത്ത്, പ്രസാദ് പട്ടണത്ത്, ഡേവിസ് ചുങ്കത്ത്, V. വിദ്യാധരൻ, വേണു ചെറായി, ബാബു അരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട ഹീറോ ആൻഡ് ഹീറോയിൻ, ദി വൺ ആൻഡ് ഓൺലി ലവ്ലി കപ്പിൾസ് അനു ആൻഡ് ഹരി. പ്ലീസ് വെൽക്കം. പൊന്നിയൂർകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സർക്കാർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും സഹകരണത്തോടെ 2025-26 തീരോന്നതി പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കായി അറിവ് എന്ന തലക്കെട്ടിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തൃശൂർ ജില്ല ചാവക്കാട് മത്സ്യഭവന്റെ നേതൃത്വത്തിലാണ് അണ്ടത്തോട് VP മാമു മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടി നടത്തിയത്. പൊന്നിയൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഫിഷറീസ് ഓഫീസർ VV സുജിത് മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C ബിനോജ് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെയും പ്രത്യാഘാതങ്ങളെയും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ സീനിയർ മെക്കാനിക് TU മനോജ് KMFR ആക്ട് നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ചാവക്കാട് ഫിഷറീസ് സ്കൂളിലെ കൗൺസിലർ റിൻസി, പഞ്ചായത്ത് പ്രതിനിധി ഹൈദ്രോസ് എന്നിവരും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ചാവക്കാട് മത്സ്യഭവനിലെ AFEO ടോണി ജോസഫ്, FO ശ്രീലാൽ, ഓഫീസ് അറ്റൻഡന്റ് മനീഷ് മോഹൻ തുടങ്ങി ഫിഷറീസ് ഓഫീസ് അംഗങ്ങളും നിരവധി മത്സ്യത്തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. വിഷലഹരികള് ഉപയോഗിച്ചു വരുന്ന ഈ പ്രവണത നമുക്ക് നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടണമെങ്കിൽ എന്തു വേണം? എല്ലാവരും കൈകോർത്ത് പിടിക്കണം. വേണ്ടേ? നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോ കടലിൽ പോയി അല്ലേ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ എടപ്പാൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച വട്ടംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. COA എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വട്ടംകുളം, എടപ്പാൾ, കാലടി, തവനൂർ പഞ്ചായത്തുകളിലായി 30 വർഷത്തോളമായി സേവനം നൽകുന്ന 15 കേബിൾ ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്റർ E1 ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച വൈകിട്ട് 4-ന് നടക്കുക. വട്ടംകുളം ചുള്ളിയിൽ ബിൽഡിംഗിൽ 1-ാം നിലയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്രയും നിർവഹിക്കും. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം അബൂബക്കർ സിദ്ദിഖ് നിർവഹിക്കും. എടപ്പാൾ, വട്ടംകുളം, കപ്പൂർ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി പ്രിയദർശൻ നിനവിന്റെ ഗസൽ സന്ധ്യയും നടക്കും. KV ബിനീഷ്, KS വിനോദ്, U മാധവൻകുട്ടി, PV സുനിൽകുമാർ, KP പ്രമോദ്, പ്രശാന്ത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മൂലധന പ്രതിസന്ധികളൊക്കെ തന്നെ ഈ മേഖലയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഒരു വൻകിട കോർപ്പറേറ്റുകളുടെ ഒക്കെ ഒരു മത്സരവും ഞങ്ങൾ ഇതിനെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതിനൊക്കെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ക്ലസ്റ്ററുകൾ എന്ന രീതിയിൽ ഒരു രീതി പിന്തുടരാൻ വേണ്ടി ഞങ്ങളിവിടെ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതായത് ചെറുകിട നെറ്റുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ചൊരു ഒറ്റ കമ്പനി ആയിക്കൊണ്ട് മികച്ച രീതിയിലൊരു സർവീസ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുകൂടെ ലക്ഷ്യമിടുന്നത്. എടപ്പാൾ കേന്ദ്രീകരിച്ച് എടപ്പാൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ LLP എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 30 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ വട്ടംകുളം കേന്ദ്രീകരിച്ച് വരുന്ന ഈ ഓഫീസിൽ വിവിധങ്ങളായ സേവനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതോടൊപ്പം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ കൂട്ടായി ചെയ്യാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചദിന ബാങ്കിംഗ് ആവശ്യപ്പെട്ട് ബാങ്കിംഗ് യൂണിയനുകളുടെ സംയുക്ത വേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ധർണ നടത്തി. സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ നടത്തിയ സംയുക്ത പ്രതിഷേധ ധർണയ്ക്ക് ശുഭ, അഞ്ജന പ്രകാശ്, ജയകൃഷ്ണൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 40 വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച തൃശൂരിലെ ഏറ്റവും സീനിയർ ഡോക്ടർമാരെ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഹോട്ടൽ എലൈറ്റിൽ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ KB ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനവും 31 ഡോക്ടർമാരെ മൊമന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങും നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് കുമാർ, ഡോക്ടർ സന്തോഷ് മോഹൻ, ഡോക്ടർ ജെയിൻ, ഡോക്ടർ ബിനോയ് വർഗീസ്, ഡോക്ടർ അരുണ ഭട്ട്, ഡോക്ടർ ഗിൽബർട്ട് P. പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തോടനുബന്ധിച്ച് ഡോക്ടർമാരുടെ കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു. മൂലേപ്പാട് മണ്ടകത്തിങ്കൽ കോന്നി മകൻ ഭാസ്കരൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. അമ്മു ഭാര്യയും ഷാജി, ഷൈനി എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.